ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ ഫ്രം ആൻഡ് ക്രിയേഷൻസ്. പതിവ് പോലെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നു, ഇതുവരെ ആൻഡ് ക്രിയേഷൻസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. അതൊരു ഭയങ്കര സപ്പോർട്ടാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബീഫ് കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ബീഫിനെ ഇതേപോലെ സ്ട്രിപ്സ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുവാണേ. അപ്പോൾ ആ ഫൈബറിൻ്റെ ഭാഗം നോക്കി നമ്മളിതുപോലെ കട്ട് ചെയ്തതിന് ശേഷം വളരെ തിന്നായിട്ടുള്ള പീസസ്, എന്നാൽ വളരെ നീളത്തിലുള്ള പീസസ് ആണ്. ഇത് ശരിക്കും ബീഫ് സെഷ്വാൻ്റെ ഒരു റെസിപ്പിയുമാണ്. എന്നാൽ അതിൻ്റെ ഒരു കമ്പൈൻഡ് വേർഷൻ, ബീഫ് ചില്ലിയുമായിട്ടൊക്കെ ഒരു കമ്പൈൻഡ് വേർഷനാണ്. എന്തായാലും ബീഫ് സെഷ്വൻ്റെ റെസിപ്പീസും സോസുകളും ഒക്കെയാണ് കൂടുതലും എടുത്തിരിക്കുന്നത്. ഇത് ഓവർനൈറ്റ് അല്പം മുളക് പൊടിയും അല്പം കുരുമുളക് പൊടിയും അല്പം ഉപ്പും കൂടെ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫാണ്. അപ്പോൾ എനിക്ക് പൊതുവേ മാരിനേഷൻ ചെയ്ത ഓവർനൈറ്റ് മാരിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിനെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്രിസ്പി ആവണമെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇത് തന്നെ അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അതുകൊണ്ട് ഞാനിത് മാത്രമേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിനെ ആഡ് ചെയ്തിട്ട് ഇതിനെ നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഗ്ഗ് ഉണ്ട്, അതുപോലെ അല്പം സെസമി സീഡ് ഓയിൽ, ഒരു 2 ടേബിൾ സ്പൂൺ സെസമി സീഡിൻ്റെ ഓയിലിനെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ സെസമി സീഡ് ഓയിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റിഫൈൻഡ് ഓയിലിനെ ആഡ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ വെളിച്ചെണ്ണ എടുക്കണ്ട. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഓയിലിനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓയിൽ ആഡ് ചെയ്യുമ്പോഴും ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾക്ക് സെസമി സീഡ് ഓയിൽ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ റിഫൈൻഡ് ഓയിലിനെ ആഡ് ചെയ്ത് കൊടുക്കാം ഏതെങ്കിലും. എന്നിട്ട് ഇതുപോലെ ബീഫിനെ നന്നായിട്ട് നമുക്ക് എല്ലാ സൈഡ്സും നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ. നമ്മളിത് വേവിച്ചിട്ടില്ലാത്ത ബീഫല്ലേ, അപ്പം നന്നായിട്ട് നല്ല ക്രിസ്പി ആവുന്ന രീതിയിൽ നമുക്കിതിനെ ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇന്നാൾ ഞാൻ ബീഫ് അച്ചാറിൻ്റെ റെസിപ്പിയിൽ ബീഫ് കട്ട് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു മോള് താഴെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട്, ചേച്ചി ഞാൻ ഓൾറെഡി കടയിൽ നിന്ന് ബീഫ് കട്ട് ചെയ്തതാണ് വാങ്ങുന്നത്. നല്ല കേട്ടോ, ഇത് തുണ്ടൻ ബീഫ് വാങ്ങിയിട്ട് നമ്മൾ തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ, എന്നാലേ അത് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പം നെയ്യുള്ള ബീഫാണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ, എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമായിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ഇഷ്ടമാണ് നെയ്യ് വേണോ വേണ്ടയോ എന്നുള്ളത്. എന്തായാലും നമുക്ക് ബീഫിനെ ഇതുപോലെ നന്നായിട്ട് എല്ലാ സൈഡ്സും നല്ല മൊരിഞ്ഞ് വരുന്ന രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് ആ ഫ്രൈനെ വറുത്ത് കോരാം. ഇനി ഈ ഓയിൽ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ സെക്കൻഡ് സ്റ്റേജിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബീഫ് സെഷ്വൻ്റെയും അതുപോലെ തന്നെ ചില്ലി ബീഫിൻ്റെയും കൂടെ ഒരു കമ്പൈൻഡ് വേർഷനാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഷുഗർ നമ്മളെടുത്തു, ഒരു 2 ടേബിൾ സ്പൂൺ സെഷ്വൻ സോസ്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, സെഷ്വൻ സോസ്. ഇനി അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ഹോട്ട് സോസ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വൈറ്റ് വിനേഗറിനെ ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സോയാ സോസിനെയും കൂടെ ആഡ് ചെയ്യാം. ഇനി എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ വൈനാണ് കേട്ടോ. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ഇതിനെല്ലാത്തിനെയും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതുപോലെ തന്നെ ഈ വെജിറ്റബിൾസാണ് ഞാൻ ഈ ബീഫ് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ ഗാർഡൻ ബ്രെഡിൻ്റെ റെസിപ്പി കണ്ടിരുന്നില്ലേ? ശരിക്കും പറഞ്ഞാൽ ഗാർഡൻ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്. അതിൻ്റെ ബാക്കി വന്ന വെജിറ്റബിൾസ് എല്ലാം കൂടെയാണ് നമ്മൾ ഇതിനൊക്കെ ആഡ് ചെയ്തത്. സാധാരണ ബീഫ് സെഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ക്യാരറ്റ്സ് ഒക്കെ യൂസ് ചെയ്യും. ഓക്കെ, ഞാൻ വീണ്ടും പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ആ എണ്ണയിലേക്ക് നമുക്ക് ജിഞ്ചറിനെയും ഗാർലിക്കിനെയും നന്നായിട്ട് ഒന്ന് മൂപ്പിക്കാം. ഒരുപാട് മൂക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് അതിൻ്റെ ആ റോ സ്മെല്ലൊന്ന് മാറിക്കഴിയുമ്പം നമുക്ക് നമ്മുടെ വെജിറ്റബിൾസിനെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെജിറ്റബിൾസിൻ്റെ ചോയ്സ് എന്ന് പറഞ്ഞാൽ യുവർ ചോയ്സ് ഓഫ് വെജിറ്റബിൾസ്, നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ ഇഷ്ടമുള്ളത് അതിനെ ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ സെഷനിൽ അവർ സെലറി അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പം നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ എന്ത് വെജിറ്റബിൾസ് നിങ്ങൾക്ക് കഴിക്കണം എന്നുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് കൂടുതൽ നിങ്ങൾ ഈ വെജിറ്റബിൾസിനെ വേവിക്കേണ്ട കേട്ടോ, കുക്ക് ചെയ്യേണ്ട. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ, ഞാൻ പൊതുവേ ഒരു 75% ഈ വെജിറ്റബിൾസിനെ വേവിക്കും. എന്നാലേ
എൻ്റെ ഒരു പേഴ്സണലാണ്, എനിക്ക് അതിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഒന്ന് വെന്ത് കഴിയുമ്പോഴാണ് ഇഷ്ടം. അപ്പോൾ എന്തായാലും വെജിറ്റബിൾസിലേക്ക് ഒരല്പം ഉപ്പിനെയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ടൊമാറ്റോനെ ലാസ്റ്റ് ആ സോസ് ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. സ്പ്രിംഗ് ഒണിയനും നമ്മളിപ്പോൾ ഇടണം എന്നില്ല, സ്പ്രിംഗ് ഒണിയനെ ഏറ്റവും ലാസ്റ്റിലൊന്ന് ടോസ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു 50% വെജിറ്റബിൾസ് ഒന്ന് കുക്കായി എന്ന് തോന്നുമ്പോൾ തന്നെ നമുക്ക് സോസസ് ആഡ് ചെയ്ത് കൊടുക്കാം. സോസസ് ആഡ് ചെയ്ത് എല്ലാം ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ബീഫിനെയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് ടോസ് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ കാണുന്ന പോലെ എനിക്കിങ്ങനെ നന്നായിട്ടൊന്ന് പാത്രം എടുത്തിട്ട് ടോസ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് എടുക്കണം എന്നുണ്ട്. പക്ഷേ എനിക്ക് അത്രയും അറിവില്ലായ്മ കൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. എന്തായാലും നമുക്കിതിനെ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിനെ നമ്മുടെ സെർവിങ് ബൗളിലേക്ക് പകർത്താം. നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ കഴിവതും വെജിറ്റബിൾസിനെ ഓവർ കുക്ക് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. പക്ഷെ പൊതുവേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ വെജിറ്റബിൾസ് അല്പം കൂടുതൽ കുക്ക് ചെയ്യുന്ന ആളാണ്. അത് കഴിക്കുന്നതിന് എനിക്കതാണ് ഇഷ്ടം. നേരത്തെ ഞാൻ നിങ്ങളെ പറഞ്ഞില്ലേ, ഇത് ഞാൻ കഴിച്ചത് ഗാർഡൻ ബ്രെഡിൻ്റെ കൂടെയാണ് ഞാനിത് കഴിച്ചത്. വളരെ യമ്മി ആയിട്ടുള്ള ഒരു ബീഫ് റെസിപ്പിയാണിത്. നിങ്ങളിത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഫോട്ടോസ് എനിക്ക് ഷെയർ ചെയ്യണം. വീണ്ടും നമുക്ക് നല്ല വീഡിയോസായിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം ആൻഡ് ക്രിയേഷൻസ്.